ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ബ്രൈഡ്മെയ്ഡ്സിൻ്റെയൊക്കെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ബൊക്കെ പോലത്തെ ഒരു ഹൂപ്പ് ഡെക്കറേഷൻ നമുക്കിന്ന് ചെയ്യാം. അതിന് ഞാനിവിടെ എംബ്രോയ്ഡറി റിങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു റിങ് നമുക്ക് സെപ്പറേറ്റ് ആക്കിയാൽ 2 റിങ്ങായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കിവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വേണ്ടത്. ഞാൻ പല കളറിലുള്ളതും പല വലിപ്പത്തിലുള്ളതുമായ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു വൈറ്റ് ഫ്ലവറാണ്, നൂൽക്കമ്പി പോലെ അതിൻ്റെ അടിയിലുണ്ട്. അത് നമുക്കത് ടൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനത്തെ ഫ്ലവേഴ്സ് കിട്ടുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ ഞാനിവിടെ കുറച്ച് റെഡ് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്, റോസിൻ്റെ. പിന്നെ ഞാനിവിടെ ഗോൾഡ് കളറ് പൂവിൻ്റെയൊക്കെ മുട്ട് പോലത്തെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളറ് റിബൺ ആവശ്യമുണ്ട്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ലീഫ് ആവശ്യമുണ്ട്, അതും ഞാനിവിടെ കട്ട് ചെയ്ത് കുറച്ച് ലീഫ് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു ബഞ്ചായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നീട് നമുക്ക് ഗ്ലൂ ആവശ്യമുണ്ട്. ചില ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ സിസേഴ്സ് വേണം. പിന്നെ ഞാനൊരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ എംബ്രോയ്ഡറി റിങ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ലൂസ് ചെയ്ത് 2 ആക്കി മാറ്റാം. അതിൻ്റെ ഒരെണ്ണം നമുക്ക് ആദ്യം എടുക്കാം. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം. അത് നമുക്ക് ഊരി മാറ്റുമൊന്നും വേണ്ട, കാരണം അതവിടെ ഇരിക്കുന്നത് നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാനതവിടെ നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നൂൽക്കമ്പി കട്ട് ചെയ്തെടുക്കാം. കുറച്ചേറെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അതിനിടയ്ക്ക് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പം നമുക്ക് ഫ്ലവേഴ്സ് ടൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലീഫ് എടുക്കാം. 2 സൈഡിലേക്ക് ഞാൻ ആ ലീഫ് ആദ്യം നമുക്കിതെല്ലാം ഒന്ന് വെച്ച് നോക്കണം, എങ്ങനെയൊക്കെ വെച്ചാലാണത് ഭംഗിയാവുക എന്നുള്ളത്. ഞാൻ 2 സൈഡിലേക്ക് ഇപ്പോൾ ലീഫ് വെച്ച് നോക്കുന്നുണ്ട്. അത് ഇനി ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ലീഫ് അതിൻ്റെ ഇടയിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം, കാരണം അത് നന്നായിട്ട് ടൈറ്റായിട്ട് അപ്പോൾ ഇരുന്നോളും, പെട്ടെന്ന് അത് ലൂസായി പോകത്തില്ല. ഇനി അതങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കമ്പി ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഈ കമ്പിക്ക് പകരം നമുക്ക് ആ ഗ്രീൻ ടേപ്പും ഉപയോഗിക്കാം, പക്ഷേ കമ്പി ആയിരിക്കും ഒന്നും കൂടി ടൈറ്റായിട്ട് ഇരിക്കുക. അത് വൃത്തികേടായിട്ട് തോന്നത്തൊന്നുമില്ല, കാരണം നമ്മൾ അതിനിടയ്ക്കെല്ലാം ഫ്ലവേഴ്സ് വെച്ചും ആ ലീഫൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അത് നന്നായിട്ടിരിക്കും. 2 സൈഡിലും നമുക്ക് ലീഫ് വെച്ചത് ടൈറ്റാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കാം. അത് ഞാൻ ആ വലിയ ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്ക് സെൻട്രലായിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഫ്ലവറിന് നമുക്ക് ടൈ ചെയ്യാനായിട്ട് അടിയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു നൂൽക്കമ്പി അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നൂൽക്കമ്പി ഒന്ന് വളച്ച് അത് ടൈറ്റായിട്ട് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വളച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ടൈറ്റായിട്ട് ഒന്ന് പിടിച്ചിട്ട് അതിനിടയിൽ കൂടി വെച്ച് അതൊന്ന് മുറുക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ സെൻട്രൽ പോർഷനിൽ ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ അവർ ഇടുന്ന ഡ്രസ്സിൻ്റെ കളറ് മാച്ച് ചെയ്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറും കളേഴ്സും ഒക്കെ നോക്കി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഒറിജിനൽ ഫ്ലവേഴ്സും ഉപയോഗിക്കാവുന്നതാണ്. അത് പക്ഷേ നമുക്ക് ടൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ആ വൈറ്റ് ഫ്ലവേഴ്സ് അതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം വെച്ചാണ് ടൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലും 2 വൈറ്റ് ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗോൾഡ് കളർ ബീഡ്സ് പോലത്തത് അടുത്തത് വെച്ച് കൊടുക്കാം. ഇലകളുടെ ഇടയിൽ ഓരോ ഇടയിലാണ് വെച്ച് കൊടുക്കുന്നത്. ആ ബീഡ്സിൻ്റെ അടിയിൽ കമ്പി ഉള്ളത് കൊണ്ട് നമുക്കത് ടൈ ചെയ്യാനായിട്ട് എളുപ്പം പറ്റും. അതിന് നമുക്ക് നൂൽക്കമ്പി യൂസ് ചെയ്യണമെന്നില്ല.
അതിനുശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനത് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തൊരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും അറ്റത്തായിട്ട് ആ ലീഫിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് വെച്ച് ടൈ ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലവേഴ്സിൻ്റെ എല്ലാ അറ്റത്ത് കമ്പിയുണ്ട്, അതുകൊണ്ട് നമുക്കത് ടൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ചില ഫ്ലവേഴ്സിൻ്റെ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ഇനി നമുക്ക് ആ റെഡ് കളറ് റോസിൻ്റെ ഫ്ലവറുണ്ട്, അത് നമുക്ക് എടുത്തിട്ട് ഇങ്ങേ അറ്റത്തും ഒന്ന് വെച്ച് കൊടുക്കാം. 3 ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലവേഴ്സ് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് വെച്ച് ഞാനിവിടെ 5 ബൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗോൾഡൻ കളർ റിബണും കൂടെ വെച്ച് കൊടുക്കാം. അത് സെൻട്രലായിട്ട് ഞാൻ അവിടെ ഒരു കമ്പി കെട്ടിയെടുത്തിട്ടുണ്ട്. ആ കമ്പിയിൽ വേണം നമുക്ക് ആ റിബൺ വെച്ച് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചും കൊടുക്കാം. ഞാൻ പശ വെച്ച് ഒട്ടിച്ചിട്ടില്ല, കമ്പിയിൽ തന്നെ കെട്ടി കൊടുത്തിരിക്കുകയാണ്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് കിടക്കും, അപ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നും. ഇനി നമുക്കൊരു ബോ ഷേപ്പിൽ ഇത് ഒന്ന് കെട്ടിയെടുക്കാം. നമ്മൾ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഉടുപ്പിൻ്റെ പുറകിലത്തെ വള്ളി കെട്ടി കൊടുക്കുന്നത് പോലെ ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ആ റിബണിൻ്റെ അറ്റം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ നൂൽക്കമ്പിയിൽ മുറുക്കി കൊടുക്കാം. ആദ്യം ഒന്ന് വെച്ച് നോക്കി അതിൻ്റെ ഇറക്കമൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 5 ബൊക്കെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇത് നമുക്കാണെങ്കിൽ ഫുൾ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ക്രിസ്മസിനും ഇത് ഡെക്കറേഷനായിട്ട് ഡോർ ഡെക്കറേഷനായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് ബ്രൈഡ് മെയ്ഡ്സിൻ്റെ ബൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.